പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ എഴുന്നേൽക്കുകയാണ്. ഹംദും സലാത്തും ചൊല്ലി മനോഹരമായ രീതിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുമ്പിൽ പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരം ആരംഭിക്കുകയാണ്. മഹാനായ പ്രവാചകൻ ആദ്യമായി അവരോട് പറഞ്ഞത് അസ്അലുക്കും ലറബ്ബി അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ. എൻ്റെ റബ്ബിന്റെ കാര്യത്തിൽ, എൻ്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അൻ തഅബുദൂഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കാനും വലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുമാണ്. ഇതാണ് ലോകത്തെ കടന്നു വന്ന 1,00,000 പരം പ്രവാചകന്മാർ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും ചില ആളുകളെങ്കിലും ചോദിക്കും, ഏതൊന്നും സമയത്ത് നോക്കിയാലും തൗഹീദാണല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ തഅബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു സമുദായത്തിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാവരും ആദ്യമായി തന്റെ സമുദായത്തിനോട് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, മറ്റുള്ള ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണേ എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് എടുത്തു നോക്കൂ. 1 by 1 ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിന്റെ, ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ, ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ അവരെയൊക്കെ അവരുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്ത ആ കാര്യങ്ങൾ വളരെ കൃത്യമായി 1 by 1 ആയി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടും പറഞ്ഞത്. എൻ്റെ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ആ ആരാധനയിൽ ഒന്നിനെയും അവനോട് പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു വസ്അലുക്കും ലിനഫ്സി, എൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു അബ്നാഅകും വനിസാഅകും. എൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ പോറ്റുന്നത് പോലെ, നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെയും നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ മക്കൾക്കും എത്രത്തോളം സംരക്ഷണം കൊടുക്കുന്നുണ്ടോ അതുപോലെ വളരെയധികം കഷ്ടതയിൽ അനുഭവിക്കുകയാണ്, പീഡനങ്ങൾ അനുഭവിക്കുകയാണ് ഞങ്ങളിവിടെ. ഞാനും എൻ്റെ സഹാബത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഒട്ടനവധി പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആ പീഡനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു സംരക്ഷണം നിങ്ങൾ തരണം. ഏതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആ രൂപത്തിലുള്ള സംരക്ഷണം നിങ്ങൾ തരണം എന്നാണ് എൻ്റെ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഉടനെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട പ്രസിദ്ധനായ ഒരു സഹാബി ബറാഅ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, വല്ലദീ ബഅസകൽ ഹഖ് ഫലക ദാലിക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ പ്രവാചകനായി നിയോഗിച്ചവൻ ആരാണോ അവനെ തന്നെയാണ് സത്യം. ഫലക ദാലിക, അത് ഞങ്ങൾ കാത്തു സംരക്ഷിച്ചു കൊള്ളാം. നഹ്നു അബ്നാഉൽ ഹുറൂബ്, ഞങ്ങൾ യുദ്ധത്തിന്റെ മക്കളാണ്. അതായത് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി, ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അങ്ങയെയും അങ്ങയുടെ അനുചരന്മാരെയും മദീനയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. അത് ഞങ്ങളിൽ ആ വാക്ക് തരികയാണ്. അതിനെക്കുറിച്ച് റസൂലേ അങ്ങൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. മഹാനായ ആ സഹാബി എഴുന്നേറ്റ് നിന്ന് ആ കാര്യം അവിടെ ഉണർത്തുകയാണ്. മഹാനായ പ്രവാചകനോട് വീണ്ടും ചോദിക്കുന്നു, ഞങ്ങൾ തങ്ങളോട് എന്തെങ്കിലും ഉടമ്പടികൾ ചെയ്യാനുണ്ടോ? അത് പറ, ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. കാരണം അതിന്റെ മുമ്പ് ജംറത്തുൽ അഖബത്തുൽ ഊല, ബൈഅത്തുൽ അഖബത്തുൽ ഊല, ഒന്നാം അഖബ ഉടമ്പടി നടന്നതായ വിവരം 12 പേര് കഴിഞ്ഞ വർഷം ഉടമ്പടി നിർവഹിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചുപോയ വിവരം ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ അലാമാ നുബായിഉക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് പ്രതിജ്ഞ ചൊല്ലേണ്ടത്, എന്താണ് ബൈഅത്ത് നടത്തേണ്ടത്, എന്ത് ഉടമ്പടിയാണ് ഞങ്ങൾ നിർവഹിക്കേണ്ടത്, അതിനും ഞങ്ങൾ തയ്യാറാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചില ഉടമ്പടി അവർ കൈപിടിച്ചുകൊണ്ട് ഉടമ്പടി നിർവഹിക്കാൻ പറയുകയാണ്. അതിലൊന്നാമത്തെ ഉടമ്പടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
അല്ലാഹുവിനല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നും. രണ്ടാമത്തെ ഉടമ്പടി അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും സംരക്ഷിക്കാമെന്നും. മൂന്നാമത് റസൂലുള്ളാഹ് അവരോട് പറയാ അലസ്സംഇ വത്വാഅത്തി ബിന്നശാത്തി വൽ കസൽ. അനുകൂലമായ സാഹചര്യമായാലും പ്രതികൂലമായ സാഹചര്യമായാലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഉടമ്പടികളാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടത് സമിഅനാ വഅതഅനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമ്മളോട് പറഞ്ഞത്, ആ രണ്ടുപേരും പറഞ്ഞതായ കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും അതുപോലെ തന്നെ അത് അനുസരിക്കുകയും ചെയ്യുക. സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും. നമുക്ക് അനുകൂലമാകുമ്പോൾ കുറെ ആയത്തുകളും ഹദീസുകളും നമ്മൾ ചേർത്ത് പിടിക്കും. നമുക്ക് പ്രതികൂലമാകുമ്പോൾ അതിനെ നമ്മൾ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാനോ സാധിക്കും. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെയും ഹദീസുകളെയും തള്ളിക്കളയുന്ന ഒട്ടനവധി ആ പണ്ഡിതന്മാർ കടന്നു വരുന്നുണ്ട്. കേരളക്കരയിൽ പ്രത്യേകിച്ച് ഒരു സഹോദരൻ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ച് പലിശ ഹറാമല്ല എന്നും അതുപോലെ തന്നെ ഹദീസുകളെ അത് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ഹദീസുകളെ തള്ളിക്കളയുകയും സഹാബത്തിനെ പച്ചത്തെറി കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ചില നൂതനവാദികൾ, ആ വാദികളുടെ കൂട്ടത്തിലേക്ക് നമ്മളിൽ പല ആളുകളും അറിയാതെ പെട്ടുപോകുന്നുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണോ ഖുർആനിൽ പറഞ്ഞത്, അതെനിക്ക് അനുകൂലമായാലും എനിക്ക് പ്രതികൂലമായാലും സാഹചര്യങ്ങൾ അനുകൂലമായാലും സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്താണോ പറഞ്ഞത്, അത് അനുകൂലമായാലും പ്രതികൂലമായാലും അത് കേൾക്കുക, അത് അംഗീകരിക്കുക, അതനുസരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് അവരോട് ബൈഅത്ത് ചെയ്യാൻ റസൂലുള്ളാഹി ആവശ്യപ്പെട്ടത് വന്നഫഖത്തു ഫിൽ ഉസ്രി വൽ യുസ്ർ. ഞെരുക്കമുണ്ടാകുമ്പോഴും എളുപ്പമുണ്ടാകുമ്പോഴും, അതായത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ധർമ്മം ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെയ്യുമ്പോൾ ചെലവ് ചെയ്യുമ്പോൾ അവിടെ പ്രയാസം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴും അങ്ങനെ ഏത് ഞെരുക്കത്തിലാണെങ്കിലും എളുപ്പത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തില് സമ്പത്ത് ചെലവ് ചെയ്യുക. അഞ്ചാമതായി റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് അവർ പറയട്ടെ ചെയ്തത് വഅലൽ അംറി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ് സഹോദരന്മാരെ, മുസ്ലിമിന്റെ കടമയാണ്. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് എന്താണ് നന്മ, ആ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തിന്മ എന്താണോ ആ തിന്മയെ തൊട്ട് നമ്മൾ അവരെ തടയുകയും ചെയ്യുക. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയാ കുൻതും ഖൈറ ഉമ്മ. മുസ്ലിങ്ങളെ നോക്കി പറയാ, നമ്മളെ കുറിച്ച് പറയാ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം. ഉഖ്രിജത് ലിന്നാസ്, അതായത് ജനകോടികളായ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവരായ ക്രൈസ്തവരായ ബുദ്ധമതക്കാരനായ ജൈനമതക്കാരനായ ജൂതമതക്കാരനായ മതമുള്ളവനും ഇല്ലാത്തവനുമായ പരകോടി ജനസഹസ്രങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. നന്മ എന്താണെന്ന് മനസ്സിലാക്കാത്ത, തിന്മയെക്കുറിച്ച് ഉത്തമമായ ബോധ്യമില്ലാത്ത ആ സമുദായത്തെ തിന്മയിൽ നിന്ന് തടഞ്ഞു വെക്കാൻ വേണ്ടി, നന്മ അവരോട് കൽപ്പിക്കാൻ വേണ്ടി മറ്റുള്ള സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട, മറ്റുള്ള ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായമാണ് മുസ്ലിം സമുദായമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാം. നന്മ ചിലപ്പോൾ കൽപ്പിക്കാൻ നമുക്കൊന്നും വലിയ പ്രയാസം ഉണ്ടാവും. ചെയ്യണട്ടോ, നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യണം. പക്ഷെ ഒരു തിന്മ കണ്ടാൽ ആ തിന്മ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ആ തിന്മ തടയാൻ നമ്മളിപ്പോ പറഞ്ഞാലെന്ന് വിചാരിക്കോ, ബന്ധങ്ങളില്ലാണ്ടാവോ, കൂട്ടായ്മ ഇല്ലാണ്ടാവോ, ശത്രുത നമ്മളോട് ഉണ്ടാവോ, നമ്മളെ കുറിച്ച് വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടാവോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. പ്രത്യേകിച്ച് തിന്മയിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്.
ആ ശിർക്ക് ചെയ്യുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മയാണ്, ബാപ്പയാണ്, സഹോദരനാണ്, അതുപോലെ തന്നെ ആരാണെങ്കിലും ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും അവർ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും അത് അപകടമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത അപരാധമാണ് എന്നും കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ വിശ്വാസിയാവുള്ളൂ, അങ്ങനെയാണെങ്കിലേ നമ്മൾ മുസ്ലിങ്ങളാവുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരാൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഫൽയുഅയ്യിറുഹു ബിയദിഹി, അവനവന്റെ കൈകൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിനവനക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടൊരു വെറുപ്പെങ്കിലും ആ തിന്മ ചെയ്യുന്ന ആളോട് ഉണ്ടാവട്ടെ. ഫബിദാലിക അളഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഒരു ഭാഗമാണത്. അതായത് ഒരല്പമെങ്കിലും ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ശിർക്ക് പോലെയുള്ള, മദ്യപാനം പോലെയുള്ള ഏത് തരത്തിലുള്ള തിന്മയാണെങ്കിലും ആ തിന്മ ചെയ്യുന്ന ആളെ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിനും സാധിക്കുന്നില്ല, ഒരിക്കലും അയാൾ എതിർക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാളുടെ മാനസികമായ ഒരു വെറുപ്പെങ്കിലും നമുക്കുണ്ടാവണം. അതുണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു അംശം പോലുമില്ല എന്നാണ്. ഇനി നമ്മൾ ആലോചിക്കുക, ഈ തിന്മ ചെയ്യുന്ന ആളുകൾ നമ്മുടെ എത്ര ബന്ധമുണ്ട്, അവർ മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ പ്രബോധനം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ പറയുന്നുണ്ടോ, പറഞ്ഞിട്ട് അവർ മാറുന്നില്ല, അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഹിദായത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്നുണ്ടോ, നമ്മളിത് കൃത്യമായി മനസ്സിലാക്കി ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു ബൈഅത്താണ്. നന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ തടയുകയും ചെയ്യുക. മാത്രമല്ല റസൂലുള്ളാഹി വീണ്ടും അവർ പറയുന്നു, വൻ തഖൂമു ഫില്ലാഹ് വലാ തഖാഫൂ ലൗമത ലായിം, ഏത് സമയത്തും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക. ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഒരിക്കലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. തിന്മയെ നിങ്ങൾ എതിർത്താൽ, നിങ്ങൾ പ്രബോധനം നടത്തിയാൽ, ദഅവത്ത് നടത്തിയാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാവരും അവർക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, അവനങ്ങനെ തിന്മ തടയാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകില്ല. അത് കാരണം തന്നെ അവനെ കുറിച്ച് നല്ല ഒരു ഇതാണ്, ചിന്തയാണ് ആളുകൾക്ക്. പക്ഷെ വേറൊരാളെ അയാൾ വെറുപ്പാണ്. കാരണം എന്താ, അയാൾ വായ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഭയങ്കര ഇതാണ്, അല്ലാഹു പൊറുക്കാത്തതാണ്, ഇത് നിരന്തരം ഇതെന്നെ പറയാം. ഇങ്ങനെ പറയുന്ന ആളുകളോട് മാനസികമായി വെറുപ്പാണ് ആളുകൾക്ക്. എന്നാൽ ഇതൊന്നും പറയാതെ അവനാന്റെ പണി നോക്കിയിട്ട് ഇങ്ങനെ പോവാ, ഒരു ഭാഗത്ത് ഇങ്ങനെ ചാരി ഒരിഞ്ഞു കൂടുക, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി ഒരു ദഅവത്ത് നടത്താൻ ഒരു സംഘത്തോടുകൂടെ ഒരു വീടാന്തരം കയറി ഒരു ലഘുലേഖ കൊടുത്ത് അവരെ ഒന്ന് പ്രബോധനത്തിലേക്ക് ക്ഷണിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ച് അങ്ങനെ നിരന്തരം ദഅവാ പ്രവർത്തനമായി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി നോക്കി. നിങ്ങൾ ശത്രുക്കൾ ഉണ്ടാവും, നിങ്ങൾക്ക് തീർച്ചയായും ശത്രുക്കൾ ഉണ്ടാവും. അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളും ഭീഷണികളും പീഡനങ്ങളും കടന്നു വരും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തഖാഫൂ ലൗമത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപവും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇവർ ബൈഅത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഈ ചെയ്ത ബൈഅത്ത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിനെ സാക്ഷി നിർത്തി പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തല്ലോ. 73 പുരുഷന്മാരും റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. 2 സ്ത്രീകൾ പ്രവാചകനെ സ്പർശിക്കാതെ ബൈഅത്ത് ചെയ്യുകയാണ്. ആ 75 പേരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്, ഈ കരാറുകൾ പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഈ ഉടമ്പടി നിറവേറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തയ്യാറായാൽ ഞങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരം തന്നെ കൊടുക്കുകയാണ്, ഫലക്കുമുൽ ജന്നാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കും, കിട്ടും. നിങ്ങൾ ഈ ബൈഅത്തുകൾ ഉടമ്പടികൾ നിറവേറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, സാമ്പത്തികമായ ഇടിവുകൾ ഉണ്ടാവും, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെല്ലാം സഹിച്ച് ഈ ഉടമ്പടി പൂർണ്ണമായി നിങ്ങൾ നിർവഹിച്ചാൽ അനന്താനശ്വരമായ അല്ലാഹുവിന്റെ ശാശ്വതമായ സുന്ദരമായ സുരലോക സ്വർഗം നിങ്ങൾക്കിതാ ഞാൻ വാഗ്ദാനം നൽകുന്നു.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് അവർ സന്തോഷരാവുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. വീണ്ടും അബൂ ഹൈസം ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. അതായത് ഞങ്ങൾ നബിയെ സംരക്ഷിക്കാൻ തയ്യാറാണ്. മദീനയിൽ വന്ന് നബിയെയും നബിയുടെ സഹാബത്തിനെയും ഞങ്ങളുടെ ജീവൻ കൊടുത്തു വരെ ഞങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാണ്. അവിടെ സംരക്ഷണം ലഭിച്ച് വിശുദ്ധ ഇസ്ലാം അവിടെ വ്യാപിച്ച് അവിടെ നല്ല ഒരു സമാധാന അന്തരീക്ഷം കൈവന്നാൽ, അതായത് പ്രവാചകന്റെ ദൗത്യം അവിടെ വെച്ച് വിജയിച്ചാൽ, നബിയെ അങ്ങ് ഞങ്ങളെ വിട്ടു പോകുമോ? പ്രവാചകനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങയെ കാണാൻ ഞങ്ങള് മൈലുകൾ താണ്ടി ഇവിടെ എത്തി. അങ്ങയോട് ബൈഅത്ത് ചെയ്താൽ ഞങ്ങൾ പൂർത്തീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ സമ്പത്ത് കൊടുത്തും ഞങ്ങളുടെ ശരീരം കൊടുത്തും ഞങ്ങളുടെ ജീവ അർപ്പണം നടത്തിയും ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷെ അവിടെ വന്ന് കാര്യങ്ങളെല്ലാം അനുകൂലമായി അവിടെ വിജയക്കൊടി പാറിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ച് മക്കയിലേക്ക് തന്നെ വരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൈകാരികമായി ഒരു സഹാബി ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് ചോദിക്കുകയാണ്. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് റസൂലുള്ളാഹി ആ സഹാബിയെ നോക്കി ചിരിച്ചിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, വലിദ്ദമുദം വൽ ഹദമു ഹദം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ രക്തം എൻ്റെ രക്തമാണ്, നിങ്ങളുടെ നാശം എൻ്റെയും നാശമാണ്. അതായത് നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കൂടെ ഞാനുണ്ടാകും, എൻ്റെ സഹാബത്തും ഉണ്ടാകും. നിങ്ങളെ വിട്ട് ഒരിക്കലും ഞാൻ പോകില്ല. നിങ്ങളുടെ നാശം എൻ്റെ കൂടി നാശമാണ്, നിങ്ങളുടെ രക്തം എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവർക്ക് സന്തോഷമായി. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ കൂടിയ അൻസാരികളായ ആ സഹാബത്തിനോട് പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് നിർവഹിക്കുന്നത്, നമ്മൾ എന്ത് ഉടമ്പടിയാണ് നിറവേറ്റിയത്, നമ്മുടെ നടത്തിയത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധം വേണം. കാരണം നമ്മൾ മദീനയിൽ പോയാൽ നമ്മൾ 75 പേരേ ഉള്ളൂ. നമ്മൾ അവിടെ പോയാൽ ഒരു വമ്പം ജനങ്ങളുമായി നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നവരാണ്. നമുക്ക് മാനഹാനി സംഭവിക്കാം, നമ്മുടെ ജനനഷ്ടം നമുക്കുണ്ടാവാം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകൾ ഉണ്ടാവാം, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാവാം, സമ്പത്ത് പൂർണ്ണമായും നഷ്ടപ്പെടാം, കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാകാം. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹുവിന്റെ റസൂലിനോട് നടത്തിയ ഉടമ്പടി നമ്മൾ നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പറഞ്ഞ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവസാനം അവരോട് പറയാ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ആ ഉടമ്പടി നമ്മൾ നിറവേറ്റണമെന്ന്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 75 പേരും എണീറ്റ് നിന്നുകൊണ്ട് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയാണ്, ആ ഉടമ്പടി നിറവേറ്റാനും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് അയക്കുകയാണ്. മഹാരഥന്മാരായ ആ 75 ആളുകൾ, സഹാബികൾ, അൻസാരികളായ സഹാബികൾ പിന്നീട് അവിടെ പോയി റസൂലുള്ളാഹിക്കും സഹാബത്തിനും വരാനുള്ള മണ്ണ് ഒരുക്കുകയാണ്. അർഹമർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സുന്ദരമായ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി അവർക്ക് ലഭിച്ച ആ സ്വർഗീയമായ പൂങ്കാവനത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.